കല്യാണത്തോടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് കുടുംബമായി ഒതുങ്ങിക്കൂടേണ്ടി വന്നിരുന്ന സ്ത്രീകൾ നിരവധിയാണ്. എന്നാൽ പുതിയ കാലത്തിന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ആഗ്രഹങ്ങളൊക്കെ തിരിച്ചുപിടിക്കുകയാണ് ചില സ്ത്രീകളെങ്കിലും. കണ്ണമാലി സ്വദേശി ലൈസ ജോസഫ് തന്റെ 62-ാം വയസ്സിൽ ബിരുദധാരിയായിരിക്കുകയാണ്. ഇക്കാലത്ത് വിവാഹം കഴിഞ്ഞാലും പെൺകുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ പിന്തുടരാൻ കഴിയും. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ല. കുടുംബജീവിതത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അന്നത്തെ സ്ത്രീകൾ ആഗ്രഹങ്ങൾ അതോടുകൂടി കുഴിച്ചു മൂടി വെക്കും. എന്നാൽ ആ ആഗ്രഹങ്ങൾക്ക് പുറകെ നടന്ന് അത് നേടിയെടുത്ത ഒരു വീട്ടമ്മയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, ലൈസ ജോസഫ്. വിവാഹം കഴിഞ്ഞോടുകൂടി പഠനവും അവസാനിച്ചു അല്ലേ? പ്രീ ഡിഗ്രി കഴിഞ്ഞോടുകൂടെ അവിടെ നിന്ന് തന്നെ എൻ്റെ പഠനം അവസാനിച്ചു. വിവാഹം കഴിഞ്ഞു. പിന്നെ വീട്ടിൽ കൊച്ചുങ്ങളായി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടി. പിന്നെ കുട്ടികൾ വലുതായപ്പോൾ ആണ് പേപ്പറിൽ ഞാനൊരു പരസ്യം കണ്ടത്, ഇങ്ങനെ സാക്ഷരതയിലൂടെ കയറാമെന്ന്. അങ്ങനെ അവിടെ പഠിച്ചു. വീടിൻ്റെ അടുത്തും തന്നെയായിരുന്നു, അതുകൊണ്ട് സൗകര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു. അപ്പോഴേക്കും കുട്ടികളൊക്കെ വലുതായി പുറത്തൊക്കെ പോയി തുടങ്ങി. പഠിക്കാനൊക്കെ അവർ പുറത്ത് പോയപ്പോൾ എനിക്ക് സമയം കിട്ടി. അങ്ങനെ ഞാൻ പഠിച്ചു. എന്നെ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ ഭർത്താവും മക്കളും എന്നെ പ്രോത്സാഹിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മക്കളുടെ കല്യാണമായി. അതായത് സാക്ഷരതാ മിഷനിൽ പോയിട്ട് +2 തത്തുല്യം പാസ്സായി. അമ്മ ഇപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മക്കളിൽ ആരും കൊല താഴാണ്ട് പോകുന്നു പഠിച്ചിട്ടേ, മുഴുവൻ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ BA എക്കണോമിക്സ് ഞാൻ എടുത്തേക്കണത്. BA പഠിക്കാനൊക്കെ എൻ്റെ മകളും എല്ലാവരും കൂടെ എനിക്ക് സപ്പോർട്ട് നിന്നു. എല്ലാത്തിനും സഹായിക്കുകയൊക്കെ ചെയ്തു. ഒരു ഒരു ബുക്കുകൾ എനിക്ക് ബുക്കുകൾ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന്. പിന്നെ അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, മക്കൾ കല്യാണം കഴിഞ്ഞ് പോയി. വീട്ടിൽ തന്നെ ഇരുന്ന് ബുക്കും മൊബൈലൊക്കെ നോക്കി. അപ്പം മലയാളം എടുത്തി പഠിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മലയാളം അർത്ഥമൊക്കെ നോക്കി അങ്ങനെ പഠിച്ച് കുട്ടികളിരുന്ന് പഠിക്കണോളെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പഠിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാലും പഠിക്കണ സമയത്ത് അതിന് മാത്രം ശ്രദ്ധിച്ച് ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ഒരു 2-3 മണിക്കൂർ വെച്ച് പഠിച്ച് അങ്ങനെ എടുത്തു. ഇങ്ങനെ എക്കണോമിക്സ് പഠിച്ച് അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഡിഗ്രി പാസ്സായപ്പോൾ എന്താ തോന്നിയത്? ഇത്രയൊക്കെ സിമ്പിൾ ആയിരുന്നു തോന്നിയത്? പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതിൻ്റെ സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചതാണല്ലോ അത്. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സ് ഒന്നും നേരെ നിന്നതെന്ന് തന്നെ പറയും. അപ്പം നിങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഒന്നും കൂടി ടെൻഷൻ. അതെനിക്കങ്ങനെ തോന്നിയില്ലേ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും പരിശ്രമിച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഞാൻ പറയണത്. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം, അതിനുള്ള പ്രോത്സാഹനം നമ്മൾ കൊടുക്കും. ഒരുപാട് അഭിമാനം തോന്നുന്നില്ലേ? അഭിമാനം തോന്നുന്നു. ആഗ്രഹങ്ങൾ ഏതുമായിക്കോട്ടെ, പരിശ്രമം ആണ് ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള വിജയമന്ത്രമെന്ന് പറഞ്ഞു തരികയാണ് സ്വന്തം ജീവിതത്തിലൂടെ ലൈസ ജോസഫ്. അനീഷ് തോട്ടക്കാടിനൊപ്പം അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ശങ്കർ ചേരുന്നുണ്ട് തത്സമയം. അരുൺ, ഒന്നെങ്കിൽ പെട്ടെന്നുള്ള വിവാഹം അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇതുകൊണ്ടൊക്കെ തങ്ങളുടെ ചെറുപ്പത്തിലുള്ള പല ആഗ്രഹങ്ങളും നടപ്പാക്കാൻ വരാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ സ്ത്രീകളുടെ എണ്ണം തന്നെയായിരിക്കും കൂടുതലെന്ന് തോന്നുന്നു. ഈ പഠിക്കാൻ പറ്റാതെ വരിക എന്നൊക്കെ പറയുന്നത് ചെറുപ്പത്തിൽ പെട്ടെന്നുള്ള വിവാഹം കൊണ്ട് അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴെന്തായാലും ആഗ്രഹങ്ങൾ നിറവേറ്റാനായി പ്രായം ഒരു മാനദണ്ഡമല്ല, അതൊരു പ്രശ്നമല്ല എന്ന് ഇപ്പോഴത്തെ ഒരു മാറിയ കാലഘട്ടത്തിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് ലൈസ. എന്തായാലും ലൈസ എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. തീർച്ചയായിട്ടും പ്രായം ഒന്നിനൊരു ഘടകമല്ല. ആഗ്രഹങ്ങൾ ഏത് പ്രായത്തിൽ വേണമെങ്കിലും സാധിച്ചെടുക്കാം എന്നുള്ളത് വ്യക്തമാക്കി തരികയാണ് ലൈസ ജോസഫ്. ലൈസ ജോസഫ് വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി ഫെയിലായിരുന്നു. വിവാഹം കഴിഞ്ഞോടുകൂടി പിന്നെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് വിട്ടു. പക്ഷേ ലൈസ ജോസഫിൻ്റെ മനസ്സിലൊരു സ്വപ്നം എപ്പോഴും ഇങ്ങനെ തിളങ്ങി നിന്നിരുന്നു. അതായത് സ്വന്തം ചേച്ചിയുടെ ബിരുദദാന ചടങ്ങായിരുന്നു. അതായത് തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന ചേച്ചിയുടെ ആ ഫോട്ടോ മനസ്സിലെന്തും തിളങ്ങി നിന്നിരുന്നു. അതുപോലെ ആകണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിവാഹം അതിനൊരു വിലങ്ങുതിരിയായി മാറിയെന്ന് തന്നെ പറയാം. പക്ഷേ പോകെ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു അവസരം വന്നപ്പോൾ അവരത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു പേപ്പറിൽ കണ്ട പരസ്യമാണ്. അതായത് ആദ്യം അവർ എഴുതിയെടുത്തത് +2 ആയിരുന്നു. +2 തത്തുല്യ പരീക്ഷ സാക്ഷരതാ മിഷൻ നടത്തുന്നു എന്ന ഒരു പരസ്യമായിരുന്നു ആദ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വാർത്തയിൽ നിന്ന് അവരുടെ സ്വപ്നം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രയത്നം തുടങ്ങി. 2017 തോന്നുന്നു +2 പരീക്ഷ പാസ്സായി. അതിനുശേഷമാണ് ഡിഗ്രിക്ക് ചേർന്നത്. അപ്പോൾ +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രിയിലേക്ക് വന്നു. അതായത് പണ്ടത്തെ ആ ബിരുദം നേടണമെന്നുള്ള ഒരു ആഗ്രഹം അവർ വീണ്ടും പൊടിതട്ടിയെടുത്ത് അങ്ങനെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻ്റായിട്ട്
ബിരുദത്തിന് ചേർന്നു. അതിലും അവർ വിജയം നേടിയിരിക്കുകയാണ്. ഇനി അടുത്തത് എം എക്ക് പോകണം എന്നുള്ളതാണ്. പക്ഷേ 2 മക്കളും വിദേശത്താണുള്ളത്. ഒരു മകൻ ഓസ്ട്രേലിയയിലും മകൾ അയർലൻഡുമാണുള്ളത്. ഇനി മക്കളുടെ ഒന്ന് പോകണം. അതിനുശേഷം അത് വീണ്ടും പഠനം തുടരും എന്നുള്ളതാണ് ലൈസ ജോസഫ് അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ നമ്മൾ ലൈസ ജോസഫിന്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ ഒപ്പം നിൽക്കാൻ ഒരു കുടുംബമുണ്ട്, എല്ലാറ്റിനും കൈത്താങ്ങായി നിൽക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ കുടുംബം ഒപ്പമുണ്ട്. പക്ഷെ ചില സ്ത്രീകൾക്കെങ്കിലും അത് ഉണ്ടാകാറില്ല എന്നുള്ളത് മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. പക്ഷേ ചിന്തയിൽ നിന്ന് പോകാതെ നമ്മളെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യണം എന്നുള്ളതും ലൈസ ജോസഫ് പറയുന്നു. കാരണം നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ആ ആഗ്രഹത്തിന് പുറകെ പോകുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യം. ആ ചെറിയ കാര്യം കൊണ്ട് തന്നെ നമുക്ക് പോകെ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ലോകമൊന്നുമല്ലത്. വിചാരിച്ചാൽ എന്തും സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് പലരുടെയും, ലൈസ ജോസഫിൻ്റെയും മറ്റു പലരുടെയും ജീവിത വിജയം കൊണ്ട് കാട്ടിത്തരുന്നത്. എന്തായാലും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വലിയ പ്രചോദനമാകുന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ, തീർച്ചയായിട്ടും. അരുൺ പറഞ്ഞതുപോലെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി മാറി നിൽക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. എല്ലാവരെ കൊണ്ടും എല്ലാം കഴിയും. അതിനിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും ആരെക്കൊണ്ടാണെങ്കിലും അതെ, മനസ്സിലൊരു കാര്യം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും അവനവൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. ശരി അരുൺ സക്ക.